DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ജനുവരി 1 മുതൽ വിവിധ പ്രതിസന്ധികൾ നേരിട്ടതിനെ തുടർന്ന് മാസം അവസാനിക്കാറായിട്ടും നല്ലൊരു ശതമാനം കാർഡുടമകൾക്കും ഈ മാസത്തെ റേഷൻ വാങ്ങുവാൻ സാധിച്ചിട്ടില്ല. ജനുവരി 1 മുതൽ ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് റേഷൻ വിഹിതങ്ങൾ എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർ സമരം തുടങ്ങിയതിനാൽ ഈ മാസത്തെ സ്റ്റോക്ക് പല റേഷൻ കടകളിലും എത്തിയിരുന്നില്ല. ജനുവരി 24-നാണ് ഭക്ഷ്യമന്ത്രിയുമായുള്ള ചർച്ചയെ തുടർന്ന് ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർ സമരം പിൻവലിച്ചത്. എന്നാൽ അപ്പോഴേക്കും ജനുവരി 27 മുതൽ റേഷൻ കട വ്യാപാരികൾ അനിശ്ചിതകാല റേഷൻ കടയടപ്പ് സമരം തുടങ്ങിയിരിക്കുകയാണ്. റേഷൻ വിതരണത്തിന്റെ കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്നും കേന്ദ്ര സർക്കാരിന്റെ റേഷൻ വിഹിതങ്ങൾക്ക് പകരം അക്കൗണ്ടിൽ അതിന്റെ പണം നൽകുന്ന DBT സംവിധാനം സംസ്ഥാനത്ത് നടപ്പാക്കരുതെന്നും അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 27 തിങ്കളാഴ്ച മുതൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇതോടെ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ സമരം തീർന്നെങ്കിലും ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് വീണ്ടും തടസ്സം വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ 94 ലക്ഷം കാർഡുടമകളിൽ 59 ലക്ഷം പേർക്കാണ് ജനുവരിയിലെ റേഷൻ ഇതുവരെ നൽകിയത്. 35 ലക്ഷത്തിനടുത്ത് പേർക്ക് ഈ മാസത്തെ റേഷൻ നൽകുവാനുണ്ട്. അതിനിടെ റേഷൻ പ്രതിസന്ധി തീർക്കുവാൻ സർക്കാർ വീണ്ടും ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 27-ന് രണ്ടാമതും റേഷൻ വ്യാപാരികളുമായി ഭക്ഷ്യമന്ത്രി ചർച്ച നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ നടത്തിയ റേഷൻ സമരം അതോടെ പിൻവലിച്ചു. ഭക്ഷ്യമന്ത്രി GR അനിലുമായി സമരസമിതി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. 5 സംഘടനകളും സമരം പൂർണ്ണമായി പിൻവലിച്ചെന്ന് മന്ത്രി GR അനിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് തന്നെ പരമാവധി റേഷൻ കടകൾ പ്രവർത്തിക്കും. നാളെ മുതൽ സാധാരണ നിലയിൽ റേഷൻ കടകൾ പ്രവർത്തിക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. കമ്മീഷൻ വർധന അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ ഇന്നു മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങിയത്. തുടർന്ന് ഉച്ചകഴിഞ്ഞ് മന്ത്രി GR അനിലുമായി സമരസമിതി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത്. ഓരോ മാസത്തെയും കമ്മീഷൻ അടുത്ത മാസം 10-നും 15-നും ഇടയിൽ നൽകണമെന്നതായിരുന്നു ഒരു പ്രധാന ആവശ്യം. ധനവകുപ്പുമായി ആലോചിച്ച് കമ്മീഷൻ സമയത്ത് നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ഉറപ്പു നൽകി. കമ്മീഷൻ സമയത്ത് നൽകാൻ കഴിയാതിരുന്നത് സാങ്കേതികം മാത്രമായിരുന്നു. ഇത് പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകി. കൂടാതെ കമ്മീഷൻ വർധന സംബന്ധിച്ച് മാർച്ച് മാസം മുതൽ ചർച്ച തുടങ്ങുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കാൻ സമരസമിതി തീരുമാനിക്കുകയായിരുന്നുവെന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കി. മറ്റൊരറിയിപ്പ്. റേഷൻ കാർഡ് ഉടമകൾക്ക്, പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ സൗജന്യ റേഷൻ നൽകി വരുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് അതിന്റെ വില കാർഡുടമയുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓരോ മാസവും നൽകുന്നതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇതിന്റെ പരീക്ഷണങ്ങൾ നടന്നുവരികയാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ കേരളത്തിൽ ഭാരതരിയുടെ 2ാം ഘട്ട വിൽപ്പന ആരംഭിക്കുവാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി ആദ്യവാരം മുതൽ 10 കിലോഗ്രാമിന്റെ പാക്കറ്റുകളിലായി ഭാരതരിയുടെ വിൽപ്പന ആരംഭിക്കും. കിലോയ്ക്ക് 34 രൂപ വെച്ച് 10 കിലോ പാക്കറ്റിന് 340 രൂപ നൽകേണ്ടി വരും. ഒരാൾക്ക് ഒരു തവണ 20 കിലോ ലഭിക്കും. ഭാരതട്ട, കടല, കടലപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, ചുവന്ന പരിപ്പ് എന്നിവയും വൈകാതെ വിൽപ്പനയ്ക്കെത്തും. ചെറുവാഹനങ്ങളിൽ പ്രധാന ടൗണുകളിൽ എത്തിച്ചായിരിക്കും വിൽപ്പന. 2024 ഫെബ്രുവരിയിൽ ആരംഭിച്ച 1ാം ഘട്ട വിൽപ്പനയിൽ അരിക്ക് 29 രൂപയായിരുന്നു. എന്നാൽ ജൂണിൽ ഇവയുടെ വിൽപ്പന നിലച്ചിരുന്നു. കേന്ദ്ര ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള NAFED എന്നീ സഹകരണ സ്ഥാപനങ്ങൾ വഴിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റിയുടെ കീഴിലുള്ള കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് രാജ്യത്ത് ഭാരത് ബ്രാൻഡുകളുടെ വിൽപ്പന. കേരളത്തിൽ കൊച്ചിയിലുള്ള NCCF ശാഖ വഴിയാണ് ജില്ലകളിലേക്കുള്ള അരി വിതരണം. ചില റിലയൻസ് സൂപ്പർ മാർക്കറ്റുകളിലും ഇടയ്ക്ക് 34 രൂപയുടെ ഭാരതരി ലഭിക്കാറുണ്ട്. മറ്റൊരറിയിപ്പ്. റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന മറ്റൊരു ആനുകൂല്യമായിരുന്നു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിച്ചിരുന്ന കുറഞ്ഞ വിലയ്ക്കുള്ള 13-ഇനം സബ്സിഡി പലവ്യഞ്ജനങ്ങൾ. എന്നാൽ തുടർച്ചയായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഓരോ വർഷവും സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നത് സപ്ലൈകോ ഗണ്യമായി കുറയ്ക്കുകയാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലിയാകുവാനുള്ള പ്രധാന കാരണവും ഇതാണ്. 2022-23 വർഷത്തിൽ ആകെ 29 ലക്ഷം ക്വിന്റൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങിയപ്പോൾ 2023-24 ഇത് 12.56 ലക്ഷം ക്വിന്റലായി കുറഞ്ഞു. 2023-24 അത് വീണ്ടും 12.56 ലക്ഷം ക്വിന്റലായി കുറഞ്ഞു. 2024 അത് 9.16 ലക്ഷം ക്വിന്റലായും കുറച്ചിരിക്കുകയാണ്. 10 കിലോ അരി സബ്സിഡി റേറ്റിൽ ലഭിച്ചിരുന്നത് മുൻഗണനാ കാർഡുകളായ നീലവെള്ള കാർഡുകാർക്ക് അനുഗ്രഹമായിരുന്നു. പുതിയ ബജറ്റിൽ കാര്യമായ തുക മാറ്റിവെച്ചെങ്കിൽ മാത്രമേ സബ്സിഡി സാധനങ്ങളുടെ വിതരണവും കാര്യക്ഷമമാകുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.